പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചെയ്തിടാം ഒരുമയോടെ ഇവരെ അർപ്പിക്കാം. ഞങ്ങൾ പരീക്ഷയിലൊന്നാലും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. So
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവിതത്തിൽ പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും ഉയർത്തി പാടിടുവിൻ, സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാലനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാലനാം അമർത്യനേ, നിന്റെ വരങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ജീവനായ ദൈവവുമായ കർത്താവേ, വചനസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഹൃദയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാണ് ശരീരങ്ങൾ ഉപകരിക്കുന്ന സ്നേഹവും ശ്രമവും രക്ഷയിക്കണമെങ്കിൽ ഫലമണിയുവാനും നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും അംഗീകാരത്താൽ പരിഗ്രഹത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും മാത്രമല്ല മിശ്കായിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രം മിശ്കായിൽ നാം പ്രത്യാശ വെച്ചവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെക്കാൾ ദയനീയരത്രേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 11, 17 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം ധ്യാനിക്കുന്നത് യേശു താൻ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് ഉദ്ഘോഷിക്കുന്ന ഭാഗമാണ്. മരണമെന്ന വിത്ത് ഉള്ളിൽ പാകിയിരിക്കുന്ന വ്യക്തികളാണ് മനുഷ്യർ ഓരോരുത്തരും. ഓരോ ദിവസം കഴിയും തോറും മരിക്കുമെന്നുള്ള ചിന്ത അവൻ വളരുന്നത് പോലെ തന്നെ മരണഭയവും വർദ്ധിക്കാറുണ്ട്. ഇന്ന് എന്നോട് പറയുകയാണ്, നാളെ ഈ സമയത്ത് നീ മരിക്കുമെന്ന് പറയുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നന്മകൾ ചെയ്യാമോ, ആരോടൊക്കെ ഞാൻ ക്ഷമിക്കാമോ, എന്തൊക്കെ കാര്യം ചെയ്യാമോ അതെല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യാൻ പരിശ്രമിക്കും. പലപ്പോഴും മരണഭയമില്ലാത്തതാണ് ദൈവഭയമില്ലാത്തതും തിന്മകൾ പെരുകാനും കാരണം. ഇന്നേ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മരണമടഞ്ഞവരെ പൂർവികരെ ഓർക്കുമ്പോൾ ഇന്ന് അവർക്ക് തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിവില്ല എന്നും ഇന്ന് ഈ ബലിയർപ്പണത്തിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെയൊക്കെ അവരുടെ ജീവിതത്തിലുണ്ടായ കുറവുകൾ പോരായ്മകളൊക്കെ തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് സ്വർഗീയ സൗഭാഗ്യത്തിന് അവരെയും അർഹരാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാമും ഈ പ്രിയപ്പെട്ടവരെ അനുഗമിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി നന്മകൾ ചെയ്യുവാൻ, സ്വർഗഭാഗ്യം നമുക്കും സ്വന്തമാക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പൂർവികർക്ക് വേണ്ടി ഈ ബലിയിൽ കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം ശ്രവിക്കാം. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി എന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബഥാനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദ്യോൺ ദൂരെയായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാനായി വന്നിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു.
മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എങ്കിലും നീ ചോദിക്കുന്നത് എന്ത് ദൈവം നിനക്കായി നൽകുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നീ ഇത് വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, കർത്താവേ, നീയാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനെ നിത്യാനത്തിന് അർഹനാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഈ ആത്മാവിൻ്റെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ ശരീരരക്തങ്ങളാൽ പരിപക്ഷ പ്രാപിച്ച് മരണനിദ്രയിൽ ലയിച്ച ഇയാളുടെ ആത്മാവിനെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനുമായ കർത്താവേ, ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ ചുരുക്കി ഈ ആത്മാവിനെ നിത്യമഹത്വം അണിയിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, മരിച്ചവരെ കരുണാപുരം കടാക്ഷിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ സഹോദരങ്ങളെ അങ്ങ് മഹിമയോടുകൂടെ ഉയർപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. നിത്യപിതാവേ, കൈക്കൊള്ളണമേ. ഞങ്ങളണയ്ക്കും ദിവ്യബലി നിൻ തിരുസുതനാ ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി. കാരുണ്യവാനായ നല്ല ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഗോതമ്പത്തോടൊപ്പം മുന്തിരിച്ചാറിനോടുമൊപ്പം എളിയ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ എന്നിവരെ ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി ഈ ബലിയിൽ ഞങ്ങൾ ഓർമ്മ ആചരിക്കുന്ന ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ കൃപയ്ക്കും കരുതലുമായി സമർപ്പിക്കുന്നു. അന്ത്യവിധി ദിനത്തിൽ അവിടുന്ന് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വലത് ഭാഗത്ത് അണിനിരത്തുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഈ പൂർവികരെ അനുഗമിക്കുന്നവരാണെന്നും നന്മ ചെയ്യേണ്ടവരാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ ബലിവേദിയിൽ മറ്റ് വ്യത്യസ്ത നിയോഗങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കർത്താവെ അങ്ങേ കരുതലിനായി സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. താതനുമതുപോൽ ആത്മജനും ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും കന്യാമറിയത്തെ സാദരമൂർത്തിടാം. പാവനം ഈ ബലിയിൽ അതിലെ പോ എന്നേക്കും ആമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. ചെറിയവരെല്ലാം വലിയവരോപ്പം കാത്തുവസിക്കുന്നു.
മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്ഥിത ആയിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്കായി പ്രാർത്ഥിക്കുവിൻ. സ്ഥലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ വിശ നിറവേറ്റുവാൻ നമ്മെ ശുദ്ധരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാവട്ടെ. ആമേൻ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുദ്ധവുമാ, ന്യായവുമാണത് യുദ്ധവുമാ. സമാധാനം നമ്മോടുകൂടി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങേ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യനാമം എല്ലാ ധരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ
ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കായി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മർത്യനെ തേടിയാണഞ്ഞവനെ, മർത്യനു മുക്തി പകർന്നവനെ, അൾത്താരയിൽ ഞങ്ങളോർക്കുന്നു. കുരിശും നിൻ മരണവും മുത്താനവും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. മധ്യസ്ഥ പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ടുള്ള ബലിയിൽ സമർപ്പിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മാറാന്റണി മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, തൊഴിൽ രഹിതർ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ സഹോദരങ്ങൾക്ക് വേണ്ടിയും മരണം മൂലം ഞങ്ങൾ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായ ബലിയിൽ അനുസ്മരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയും പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും തൊഴിലിനായി ആഗ്രഹിക്കുന്ന എല്ലാ അഭ്യസ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പ്രത്യേകമായ എല്ലാ കുടുംബജീവിതക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആരോരുമില്ലാത്ത എല്ലാ മക്കൾക്ക് വേണ്ടിയും ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും അയോഗ്യനും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങേ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടി. കർത്താവേ, അങ്ങേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടെ ഏർപ്പൽ വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങേ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാനത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അങ്ങേ തിരുനാമത്തിന് സ്തുതിയും
നാഥനായ അങ്ങേക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോഴിയിൽ വന്നു, ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമായി തീർന്നു. സ്നേഹമാണി ദിവ്യ ഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. ഈശോയെ സ്വീകരിക്കാനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കുന്ന നിർമ്മല നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സാക്ഷി നിർമ്മലമാക്കാൻ കർത്താവേ അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ എന്നാണ് നമ്മുടെ ഈ പ്രാർത്ഥനയിൽ, അനുതാപ ശുശ്രൂഷയിൽ, അനുരഞ്ജന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ കുറവുകളെ ഓർത്തും ദൈവസന്നിധിയിൽ മാപ്പ് ഉപേക്ഷിച്ചുകൊണ്ടും സ്വർഗീയ പിതാവിൻ്റെ മക്കളായ നമുക്കൊന്നു ചേർന്ന് പിതാവിൻ്റെ കൃപ യാചിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹ പരിശുദ്ധനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാന്യവാനും നീതിമാനുമായ വിധികർത്താവേ, ഞങ്ങളുടെ മരിച്ചവരെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദര ഒരുവിൻ ദൈവത്തിന്റെ ശരീരങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. വിശുദ്ധ കുർബാന സ്വീകരണ സമയമാണിത്. ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, അങ്ങ് എൻ്റെ ഉള്ളിൽ അങ്ങ് രാജാവായി വാഴണമേ എന്ന് ആത്മനാ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയമായി ഈശോയെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കാം. മിശിഹായുടെ തിരുശരീരം കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനിയും ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, അറിയപ്പെടാത്ത സ്നേഹമേ, എൻ്റെ പ്രിയനെ, അങ്ങ് എപ്പോൾ എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമേൻ. യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവന്റെ മാതാവിനെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, മർത്യരായ ഞങ്ങളെ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർക്കുവാൻ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങേ മഹനീയ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായി,
അമർത്യതയുടെ ഔഷധമായ വിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. പാവനമങ്ങേ സന്നിധിയിൽ പ്രാർത്ഥന നിത്യമണയ്ക്കുന്നു. നാഥ മാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. ബലികളും അതുപോൽ കാഴ്ചകളും കൃപയോടു തൃക്കൺ പാർത്തെന്നും മൃതരുടെ പാപം നീക്കണമേ, വാനവരാജ്യം നൽകണമേ. കർത്താവേ, നിന്ദാസനായി അർപ്പിക്കുന്നീ ബലി ഞങ്ങൾ വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമേ ദിവ്യബലി. വാനവരൊത്തു നിരന്തരമാ മഹിമേഴും തിരുരാജ്യത്തിൽ താവകഗീതികൾ പാടിടുവാൻ കനിവാർന്നിവരെ ചേർക്കണമേ. നാഥാതാവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാ ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ത്തിന്റെ ബലിപീഠമേ സുസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സുസ്തി. ഞങ്ങൾ നിന്ന് സ്വീകരിച്ച കുർബാന കടങ്ങളെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമ്പോലെ നിറഞ്ഞുകൂടാ.